ഓക്കെ ഗൈസ്, ഇതിൽ ഞാൻ ചാറ്റ് ജി പി ടിക്ക് സിലബസ് കൊടുത്തപ്പം ചാറ്റ് ജി പി ടി തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമുക്ക് ജസ്റ്റ് അതിൽ ലേസറും ഒപ്റ്റിക്കൽ ഫൈബറും മൊഡ്യൂൾ 1 ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ആക്ഷൻ. ലേസർ ആക്ഷനിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസർ ആക്ഷൻ്റെ പ്രിൻസിപ്പിള്. അപ്പം അതിൽ നമ്മളിപ്പം ആ ക്വസ്റ്റ്യനിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ജസ്റ്റ്. പിന്നെ കണ്ടീഷൻസ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ് മെക്കാനിസം, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. പിന്നെ മെറ്റാസ്റ്റേബിൾ എനർജി ലെവലിനെ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ്. സ്പോണ്ടേനിയസ് എമിഷനിൽ എക്സ്റ്റേണൽ റേഡിയേഷനോ എനർജിയോ ആവശ്യമില്ല. പിന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന റേഡിയേഷൻസ് അല്ല, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അൺകൺട്രോൾഡാണ്. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷനിൽ വന്നാൽ അതിന് എക്സ്റ്റേണൽ റേഡിയേഷൻ്റെ ഹെൽപ്പോടെയാണ് എമിഷൻ നടക്കുന്നത്. പിന്നെ കൊഹറൻ്റ് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും. ഇത്രയാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഡിസ്ക്രൈബ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് റൂബി ലേസർ. റൂബി ലേസറിൻ്റെത് ജസ്റ്റ് അതിൻ്റെ ഫിഗർ വരയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഫിഗർ വരച്ചാൽ ഇതിൻ്റെ ആക്റ്റീവ് മീഡിയം റൂബി റോഡ്, സൈസ് 10/1 cm ഉള്ള റൂബി റോഡ്. പിന്നെ അതാണ് ആക്റ്റീവ് മീഡിയം. പമ്പിങ് മെക്കാനിസം സെനൺ ഫ്ലാഷ് ലാമ്പ്, ഇത് രണ്ടുമാണ്. പിന്നെ ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി ആയിട്ട് റൂബി റോഡിൻ്റെ എൻഡ് രണ്ടും പോളിഷ്ഡാണ്. ഒരു സൈഡ് ഫുള്ളി പോളിഷ്ഡും ഒരു സൈഡ് പാർഷ്യലി പോളിഷ്ഡും. ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. വർക്കിങ്ങിൽ ക്രോമിയം ആറ്റംസ് എൻ്റെ ആ എനർജി ഡയഗ്രാം വരച്ചിട്ട് ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എക്സൈറ്റഡ് ലെവൽ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഗ്രൗണ്ട് ലെവൽ. ആ ഒരു കണ്ടീഷനാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അതായത് ആറ്റംസ് എക്സൈറ്റഡ് ലെവലിൽ കൂടുതലും ഗ്രൗണ്ട് ലെവലിൽ കുറവും ഉണ്ടാകുന്ന കണ്ടീഷൻ. പിന്നെ ലേസർ സിസ്റ്റത്തിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നത് ലേസർ സിസ്റ്റത്തിൽ പമ്പിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. പമ്പിങ് മെക്കാനിസമാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആറ്റംസിനെ എക്സൈറ്റ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് കൊണ്ടുപോകും. ട്രാൻസ്ഫറിങ് ആറ്റം ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ആ മെത്തേഡാണ് പമ്പിങ് യൂസ് ചെയ്തിട്ട് ആ പമ്പിങ് മെക്കാനിസം വെച്ചിട്ടാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക. ഇനി അടുത്തത് റോൾ ഓഫ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അത് ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റാസ്റ്റേബിൾ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് എനർജി ലെവലാണ്. ആവറേജ് ടൈം ഓഫ് ആറ്റംസ് ഇൻ മെറ്റാസ്റ്റേബിൾ എനർജി ലെവൽ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് നോർമൽ എനർജി ലെവൽ. നോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ എക്സൈറ്റഡ് എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ അവിടെ ആറ്റംസ് കുറേ നേരം നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ മെറ്റാസ്റ്റേബിൾ എനർജി ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ മെറ്റാസ്റ്റേബിൾ എനർജി ലെവലിൽ കുറച്ചുകൂടി പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മെറ്റാസ്റ്റേബിൾ എനർജി ലെവൽ ലേസറിന് നെസസറി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ബേസിക് കോമ്പണൻസ് ഓഫ് ലേസർ സിസ്റ്റം നടത്ത ക്വസ്റ്റ്യൻ.
അതിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മീഡിയം കൺസിസ്റ്റ് ഓഫ് ആക്റ്റീവ് സെൻറ്റർ ആൻഡ് ഹോസ്റ്റ് മെറ്റീരിയൽ. ആക്റ്റീവ് സെൻറ്റർ ആറ്റം വിച്ച് ലേസർ ട്രാൻസിഷൻ occur. ഹോസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് മെമ്പർ ടു ഹെൽപ്പ് അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. പിന്നെ അടുത്ത ഒരു കമ്പണൻ്റാണ് പമ്പിങ് മെക്കാനിസം. നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസ്ഫർ ചെയ്യുന്നത് ആറ്റംസിനെ ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി, അത് ബേസിക്കലി ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ്. വൺ ഈസ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആൻഡ് other is partially reflecting. റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ കോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ റോള്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ എന്ന് പറയുന്നത് കൊഹറൻ്റ് ആണ്, മോണോക്രോമാറ്റിക് ആണ്, ഹൈലി ഡയറക്ഷണൽ ആണ്, ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇതെല്ലാം ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലേസേഴ്സ് അറിയാലോ, ജസ്റ്റ് അറിയണതൊക്കെ എഴുതുക എന്നുള്ളതാണ്. ചെയ്യാൻ പറയാം. ആപ്ലിക്കേഷൻ ഓഫ് ലേസേഴ്സിൽ കുറേ പർപ്പസ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പം ഇങ്ങനെ പറയാം, ഇൻഡസ്ട്രിയൽ കട്ടിങ്, വെൽഡിങ്, ഡ്രില്ലിങ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സർവേ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലാർ അറ്റോമിക് ലെവലിലുള്ള സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ പർപ്പസിൽ ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലേസർ ട്രീറ്റ്മെൻറ്റ് പല സാധനങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാറ്ററാക്ട്, ക്യാൻസർ, സ്കിന്ന് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉണ്ട്, ലേസർ ഷോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ബാർകോഡ് റീഡറിലുണ്ട്, ഡിഫൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ലേസർ. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവാനുള്ള സാധ്യത ഉണ്ട്.